നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഒരു പാഠഭാഗത്തിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് SCERT പാഠപുസ്തകത്തിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. ഇത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെയാണ്. ആദ്യം നമുക്ക് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്ന് നോക്കാം. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കുകയാണ്, അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാണെന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മളിത് വായിച്ചതുകൊണ്ട് അല്ലേ. അപ്പോൾ സാമൂഹിക സാമ്പത്തിക നീതിയും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുന്നുണ്ട്. ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് അവകാശങ്ങളിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾക്കുള്ളൊരു വ്യത്യാസം? മൗലിക അവകാശങ്ങൾ പൊതുവെ നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാം, കോടതിയുടെ ഒരു പിൻബലം ലഭിക്കും. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾക്ക് അത്തരത്തിലൊരു കോടതിയുടെ പിൻബലമില്ല. അതേസമയം തന്നെ സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് പറയും. അത് എവിടെയാണ്? ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുമ്പോൾ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണനിർവഹണത്തിനും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിയമനിർമ്മാണത്തിലും ഭരണനിർവഹണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായിട്ടുള്ള ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. നമ്മളോട് പരീക്ഷയിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ഗാന്ധിയൻ ആശയങ്ങളിൽ പെടുന്നതേത്, ഉൾപ്പെടാത്തതേത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ DPSPയിലെ ആശയങ്ങൾ, ഉദാര ആശയങ്ങൾ അല്ലെങ്കിൽ ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ, ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് ഞാൻ ഒരാവർത്തി കൂടി എന്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് ചോദിച്ചാൽ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഭരണനിർവഹണത്തിലും അതുപോലെ നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഇത് ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയമൊക്കെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയും തുല്യ പ്രാധാന്യവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആശയങ്ങളാണ് ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതൊരിക്കലും ഒരു കോടതി മുഖേന നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ആശയങ്ങളല്ല മൗലിക അവകാശങ്ങളെ പോലെ. മറിച്ച് സർക്കാരുകൾ നിയമങ്ങളും നയങ്ങളും ഒക്കെ രൂപീകരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങളിലെ ആശയങ്ങളെ കടം കൊണ്ടുകൊണ്ടും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും ഒക്കെയാണ് ഇവ നിർമ്മിക്കുന്നത്. ഇത് ഭരണഘടനയുടെ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പരാമർശിക്കുന്നത്. പ്രധാനമായിട്ടും DPSP 3 തരത്തിലാണ്. ലിബറൽ ആശയങ്ങളുണ്ട്, അതിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, ഗാന്ധിയൻ ആശയങ്ങളുണ്ട്. 3 തരം ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നല്ല, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ആശയങ്ങളെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. അതിൽ ഉദാര ആശയങ്ങൾ അല്ലെങ്കിൽ ലിബറൽ ആശയങ്ങൾ എന്താണെന്ന് നോക്കാം.
അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, അല്ലേ? അന്താരാഷ്ട്ര തലത്തിലുള്ള സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക. പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത. എന്താണ്? പൗരന്മാർക്ക് ഏകരൂപമായിട്ടുള്ള നിയമസംഹിത കൊണ്ടുവരിക. തുല്യനീതിയും സൗജന്യ നിയമസഹായവും, അല്ലേ? തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. എന്താണ്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. എന്തൊക്കെയാണ്? പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ഉദാര ആശയങ്ങൾ അല്ലെങ്കിൽ ലിബറൽ ആശയങ്ങൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, പൗരർക്ക് ഏകരൂപമായിട്ടുള്ള ഒരു നിയമസംഹിത കൊണ്ടുവരിക, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും എന്ത് ചെയ്യുക? വ്യവസ്ഥ ചെയ്യുക, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇനി നമ്മൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം. എന്താണ്? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് എന്താണ്? തുല്യവേതനം. എന്താണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. എന്താണ്? വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. എന്താണ്? നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം നൽകണം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഗാന്ധിയൻ ആശയങ്ങൾ നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ഗാന്ധിയൻ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും. എന്താണ്? കൃഷിയും മൃഗസംരക്ഷണവും. ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം. എന്താണ്? ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. എന്തൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ഗാന്ധിയൻ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇവയൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ഗാന്ധിയൻ ആശയങ്ങൾ. ഉദാര ആശയങ്ങൾ നോക്കി, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നോക്കി, ഗാന്ധിയൻ ആശയങ്ങൾ നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇനി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലേ? നമ്മൾ ആദ്യത്തെ ഒരു വ്യത്യാസം തന്നെ പറഞ്ഞു. മൗലിക അവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതി മുഖേന അത് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ അങ്ങനെ കോടതി മുഖേന നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണോ? അല്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്ത്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയാണ്. എന്താണ്? മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കൊരു പരിധി നിർണ്ണയിക്കുകയാണല്ലേ. അതേസമയം നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയാണ്. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുകയാണ്.
മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കും. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? മൗലികാവകാശങ്ങളെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കും. മൗലികാവകാശങ്ങൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ഒരു ക്ഷേമ രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെയാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ ഒക്കെ സമീപിക്കാൻ കഴിയും. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായിട്ട് സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി എന്താണ്? അതിൻ്റെ നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാൻ സാധിക്കുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു? മൗലികാവകാശങ്ങൾ ഭേദഗതി വരുത്താൻ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് വേണ്ടത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെയാണ് പ്രാവർത്തികമാക്കുന്നത്. അതേസമയം നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണെന്ത്? രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയത്. ഉദാര ആശയമാണ് സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലേ? 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയത്. നമ്മൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം എന്താണ്? അത് സോഷ്യലിസ്റ്റ് ആശയമായിട്ടും സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനുമായിട്ട് നടപ്പിലാക്കിയതാണ്, അല്ലേ? അപ്പോൾ കാലാകാലങ്ങളിലെ നിർദ്ദേശക തത്വങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ എടുത്തുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടക്കാറുണ്ട് എന്ന് നമുക്കിവിടെ വ്യക്തമായല്ലോ. അതിനുദാഹരണമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം, 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം, 1976 തുല്യവേതന നിയമം മുതലായവ.